Hello everyone, welcome to High Quiz Learning and to our IGNOU BA Psychology Exam Marathon Series. This is the third part of our BA Psychology Exam Marathon Series. നമ്മൾ മൂന്നാമത്തെ പാർട്ടിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ രണ്ട് പാർട്ടിലും ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പേപ്പറിലെ ഫസ്റ്റ് 2 ബ്ലോക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എക്സാം മാരത്തൺ സീരീസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം. എക്സാം മാരത്തൺ സീരീസിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇനി വരുന്ന IGNOU BA Psychology എക്സാമിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓരോ പേപ്പറും എടുത്തിട്ട്, അതായത് 4 പേപ്പേഴ്സാണ് ഫസ്റ്റ് ഇയറിലുള്ളത്, 2 സെമസ്റ്റേഴ്സിലായിട്ട്. അത് 4 പേപ്പേഴ്സും എടുത്തിട്ട് ആ 4 പേപ്പേഴ്സിലെയും ഓരോ ബ്ലോക്കുകളെയും അനലൈസ് ചെയ്തിട്ട് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബ്ലോക്ക് 2 ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് 3യിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 3യിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് തിങ്കിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഹ്യൂമൻ തോട്ട്സ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, പിന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ കുറിച്ച്, നമ്മൾ ഡിസിഷൻസ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ഏതെങ്കിലും ഡിസിഷൻ മേക്കിംഗ് കോൺഫ്ലിക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുക, അതുപോലെയുള്ള നമ്മളുടെ ബേസിക് തിങ്കിങ്, ചിന്തകളും ചിന്താഗതികളും പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും പിന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്നുള്ളത്. അപ്പോൾ ഈ ബ്ലോക്ക് 3 തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ നൽകാൻ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. എനിവേ ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന തേർഡ് ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബിക്കോസ് ഇറ്റ് സീംസ് ടു ബി റിപ്പീറ്റിംഗ്. അഥവാ നമ്മൾ മുമ്പത്തെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു പോർഷൻ കഴിഞ്ഞ തവണത്തെ കോഴ്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി പഠിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അങ്ങനെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്തുതന്നെയായാലും വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങളൊരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് തീർച്ചയായിട്ടും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ മാർക്സ് കൊടുത്തിട്ടുള്ളത് 4 ആണ്, പക്ഷേ അതങ്ങനെയല്ല വരിക. 6 മാർക്സിനോ അല്ലെങ്കിൽ മേ ബി 10 മാർക്സിനോ ചോദിച്ചേക്കാം. 10 മാർക്സിന് ചോദിക്കുന്ന സമയത്ത് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് മാത്രമായിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം 450 വേർഡ്സിന് എഴുതാൻ വേണ്ടിയുള്ള കണ്ടന്റ് ആ ഒരു സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ കൂടെയും ചോദിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും എത്ര സ്റ്റേജസ് ആണ് ക്രിയേറ്റിവിറ്റിക്ക് ഉള്ളത് എന്നൊക്കെ എഴുതുന്നതിന് മുമ്പ് നിങ്ങളൊരു ഇൻട്രഡക്ഷൻ ആഡ് ചെയ്യുക. അതിൽ എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതൊന്ന് ഡിഫൈൻ ചെയ്യുക. ക്രിയേറ്റിവിറ്റിയുടെ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്, അതിൽ കുറച്ച് നിങ്ങളുടെ SLMൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക. ഇനി അഥവാ SLMൽ നിന്ന് കിട്ടിയില്ല, ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതല്ല, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്രിയേറ്റിവിറ്റിയുടെ സൈക്കോളജിക്കൽ ഡെഫിനിഷൻസ് കുറേ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് പഠിച്ചാലും മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് കുറച്ചൊന്ന് എഴുതുക. ക്രിയേറ്റിവിറ്റി എന്താണ്, നമ്മുടെ ലൈഫിൽ ഇൻറ്റഗ്രൽ പാർട്ടാണ്. നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കത്തിയടിക്കുന്നതിൽ തെറ്റില്ല, എന്ന് കരുതി ഒരുപാടൊന്നും ആവാനും പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ തന്നെ എഴുതാം ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. ക്രിയേറ്റിവിറ്റി കുറച്ച് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡ് ദർ ആർ 4 സ്റ്റേജസ്. ഓക്കെ, 4 സ്റ്റേജുകളുണ്ട് ക്രിയേറ്റിവിറ്റിക്ക് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേജസ് നോക്കാം. ആ സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നമ്മുടെ ലെസൺ 10ലാണ്. ആ ലെസൺ 10ൻ്റെ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യാം. ക്രിയേറ്റിവിറ്റിയുടെ ആ 4 സ്റ്റേജസിനെ കുറിച്ച് പറയുന്ന ആ ഒരു പോർഷൻ എന്താണ് നിങ്ങൾക്കിപ്പോൾ വാച്ച് ചെയ്യാം. 4 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രിപ്പറേഷൻ. അതായത് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റീവായിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആദ്യം നടത്തണം. അതിനുവേണ്ടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ സെറ്റ് ചെയ്ത് വെക്കണം, അല്ലേ? സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്താണ്? പ്രിപ്പറേഷൻ ആണ്. അപ്പം ഈ പ്രിപ്പറേഷനിലാണ് ഏത് പ്രോബ്ലം ആണോ സോൾവ് ചെയ്യാനുള്ളത് ആ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, മനസ്സിലാക്കി വെക്കും. എന്താണോ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകുകയൊക്കെ ചെയ്യുക ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്?
ഇൻക്യുബേഷൻ ആണ്. ഇൻക്യുബേഷൻ സ്റ്റേജിൽ നമ്മൾ പ്രത്യേകിച്ച് കോൺഷ്യസ് ആയിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഒരു പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യാനോ കോൺഷ്യസ് ആയിട്ടൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ അൺകോൺഷ്യസ് ആയിട്ട്, അതായത് നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നല്ലാതെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചോ, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചോ ക്രിയേറ്റീവായിട്ട് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഒന്നും പ്രത്യേകിച്ച് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ മൈൻഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇൻക്യുബേഷൻ ഈസ്. ഇൻക്യുബേഷൻ എന്താണ്, ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. നമ്മൾ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത സാധനങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സ് ഇന്റേണലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആവാത്ത സമയത്തും പുതിയ പുതിയ ഐഡിയാസ് ഈ ഒരു സ്റ്റേജിൽ, ഇൻക്യുബേഷൻ സ്റ്റേജിൽ നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഇനി അടുത്തതാണ് ഇല്ലുമിനേഷൻ സ്റ്റേജ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യുറേക്ക മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അതായത് പെട്ടെന്ന് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുതിയൊരു ഐഡിയ അങ്ങ് വരികയാണ്. അപ്പോൾ നിങ്ങൾ പറയണത് കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, പുതിയൊരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ആകെ അമേസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള യുറേക്ക മൊമെന്റ്സ് ഒക്കെ എന്താണ്, ക്രിയേറ്റിവിറ്റിയുടെ ഇല്ലുമിനേഷൻ സ്റ്റേജിലാണ് വരുന്നത്. നമ്മളുടെ ഇൻക്യുബേഷൻ സ്റ്റേജിൽ നമ്മൾ അൺകോൺഷ്യസ്ലി, അതായത് നമ്മളുടെ അറിവോടെ അല്ലാതെ നമ്മളുടെ ഇന്റേണൽ പ്രോസസ്സിലൂടെ വന്ന ഐഡിയാസ് ഒക്കെ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, തീരെ പ്രതീക്ഷിക്കാതെ സർപ്രൈസിങ് ആയിട്ട് പുറത്തേക്ക് വരുന്ന, നമ്മളുടെ കോൺഷ്യസിലേക്ക് വരുന്ന, നമ്മളുടെ അവയർനെസ്സിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഇല്ലുമിനേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു, പിന്നെ നമ്മളത് എന്താ പറയുക, അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മളെ ഡെയിലി ലൈഫിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ആ സമയത്ത് ഇൻക്യുബേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നടന്നു. ആ ഒരു ഇൻക്യുബേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ഉണ്ടാക്കിയ ഐഡിയാസ് ഒക്കെ എന്താണ്, പെട്ടെന്ന് ഒരു ദിവസം പോപ്പപ്പ് ചെയ്യാണ്, അതായത് ബൾബ് കത്തിയോ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, ഇല്ലുമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ that is when we find the solution to problem, or we find new solutions and new creative things in this stage. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പെട്ടെന്ന് ഐഡിയാസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അതൊന്നും പെട്ടെന്ന് വരുന്നതല്ല, ആക്ച്വലി ഇന്റേണലി ഉണ്ടാകുന്ന കുറെ പ്രോസസ്സുകളുടെ, അവയർനെസ്സിലേക്ക് ഇല്ലാത്ത പ്രോസസ്സുകളുടെ ഭാഗമായിട്ടാണ് അത് നിങ്ങളുടെ പിന്നീട് അവയർനെസ്സിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് വേരിഫിക്കേഷൻ. ഈ വേരിഫിക്കേഷൻ സ്റ്റേജ് കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ അറിവോടുകൂടെ, നിങ്ങളുടെ കോൺസെൻട്രേഷനോടുകൂടെ, നിങ്ങളുടെ ശ്രദ്ധയോടുകൂടെ ഉള്ള ഒരു സ്റ്റേജാണ് വേരിഫിക്കേഷൻ സ്റ്റേജ്. അതായത് ഇല്ലുമിനേഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഐഡിയാസ് കിട്ടി, പുതിയതായിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ്, ക്രിയേറ്റീവ് തോട്ട്സ് ഒക്കെ കിട്ടി. ഇനി അത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, വേരിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേഷൻ ആൻഡ് എലാബറേഷൻ എന്ന് പറയുന്ന രണ്ട് സ്റ്റേജസ് വരുന്നുണ്ട്. ഇവാലുവേഷൻ സ്റ്റേജിൽ നമുക്ക് കിട്ടിയ ഐഡിയ, നമ്മളുടെ പ്രോബ്ലം എന്ത് തന്നെ ആയാലും, അതൊരു കവിത എഴുതുന്നാവട്ടെ, കഥ എഴുതുന്നാവട്ടെ, ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആവട്ടെ, അതിനെ പറ്റിയ ഐഡിയ ആണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇവാലുവേഷൻ സ്റ്റേജിൽ ചെയ്യുന്നത്. ഇവാലുവേഷൻ സ്റ്റേജ് എന്താണ്, വെരിഫിക്കേഷൻ സ്റ്റേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു സബ് സ്റ്റേജ് ആണെന്ന് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മളുടെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കും, നമ്മളുടെ ഓൾറെഡി ഉള്ള ഐഡിയാസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എലാബറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളുടെ പഴയ എക്സ്പീരിയൻസും നമ്മളുടെ പുതിയ ഐഡിയാസും തമ്മിൽ കണക്ട് ചെയ്യാനും കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത്. സോ എനിവേ, വെരിഫിക്കേഷൻ സ്റ്റേജിൽ സിംപ്ലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇല്ലുമിനേഷനിലൂടെ ഒക്കെ കിട്ടിയ ആ ഒരു പുതിയ ഐഡിയാസിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ ആ ഒരു പ്രോബ്ലത്തിന് പറ്റിയ സൊല്യൂഷൻ ആണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുന്നതാണ് വെരിഫിക്കേഷൻ സ്റ്റേജിലുള്ളത്. സോ ഇത്രയും സ്റ്റേജസ് ആണ് നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് ഉള്ളത്: പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അത് 4 എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങളൊരു കൺക്ലൂഷൻ ആഡ് ചെയ്യണം. ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജുകൾ എപ്പോഴും, ഇതേ സ്റ്റേജുകൾ എപ്പോഴും നമുക്ക് എന്താണ് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദർ ആർ സിറ്റുവേഷൻസ് ദീസ് സ്റ്റേജസ് മേ ബി ഇൻ്റർചേഞ്ചബിളി യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ വേർഡ്സിൽ എന്ത് ചെയ്യാം, കൺക്ലൂഷൻ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇറ്റ്സ് സ്റ്റെപ്സ്, അഥവാ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7 സ്റ്റെപ്പുകളാണ് പ്രോബ്ലം സോൾവിങ്ങിനുള്ളത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ കണ്ടീഷനാണ്. പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് എന്ത്, ആക്ച്വലി പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് കണ്ടീഷൻ തന്നെ ഒരു സംഭവത്തിന് ശേഷം ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണല്ലോ, അല്ലേ?
ഇപ്പോൾ പ്രീയും പോസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കാം. എ പ്രോബ്ലം ക്യാൻ ഓൺലി ബി സോൾവ്ഡ് വെൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോബ്ലം. അല്ലേ, നമ്മളൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താലല്ലേ നമുക്ക് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലേ, അതാണ് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് ഇൻ പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളത്. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ അഥവാ ഒരു പ്രോബ്ലം, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം സോൾവ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, മനസ്സിലാക്കുന്ന സ്റ്റേജാണ് സ്റ്റെപ്പ് 1 പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ദെൻ സ്റ്റെപ്പ് 2 ആണ് പ്രോബ്ലം ഡെഫിനിഷൻ എന്നുള്ളത്. പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മളെ പ്രശ്നമാവാം, മറ്റുള്ളവരുടെ പ്രശ്നമാവാം, വാട്ട് എവർ ദാറ്റ് പ്രോബ്ലം ഈസ്, എന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാണ് അടുത്തത്. ഏത് സ്റ്റേജിലാണ് ആ പ്രോബ്ലം ഉള്ളത്, ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ എന്താണ്, മീനിങ് എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളുള്ളത്, അതിന് പ്രോപ്പറായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുക. ഇന്നതാണ് പ്രോബ്ലം, ഇന്നതൊക്കെയാണ് അതിൻ്റെ കോമ്പണൻസ് എന്നുള്ളത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഡെഫിനിഷൻ, ഡിഫൈനിങ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ നടത്തുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആണ്. അഥവാ എങ്ങനെ ഈ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യണം, ടാക്കിൾ ചെയ്യണം, ഓവർകം ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് സ്ട്രാറ്റജി ഫോർമുലേഷനിലാണ്. ഇവിടെ നിങ്ങൾ മാക്സിമം സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. എങ്ങനെ ചെയ്യണം എന്നുള്ളതും സ്ട്രാറ്റജീസ്, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്ട്രാറ്റജി ഫോർമുലേഷൻ സ്റ്റേജിലാണ്. നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ ലൈഫിലെ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് ആണെങ്കിലും മറ്റുള്ള ആളുകളുടെ പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പല രീതിയിലുള്ള മെത്തേഡ്സും യൂസ് ചെയ്യും. അപ്പോൾ ഏത് മെത്തേഡ്, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നാണ് ഇതിൽ നിങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ. തീർച്ചയായിട്ടും ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഗ്യാദർ ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷനിലാണ്. ദെൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അടുത്തത്. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്ര സമയമെടുക്കും, എത്ര പൈസ വേണ്ടി വരും, പണം വേണ്ടി വരും, എത്ര എഫേർട്ട് എടുക്കേണ്ടി വരും, അങ്ങനെയുള്ള നമ്മളുടെ പേഴ്സണൽ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാണ്. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്ക് 2 ദിവസം മതിയാവും, അല്ലെങ്കിൽ 2 മണിക്കൂർ മതിയാവും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ ആ 2 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കുന്നില്ലേ, അതാണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ടൈം, മണി, എഫേർട്ടൊക്കെ വരും. അങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകളുടെയും അലോക്കേഷൻ ആണ് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് എ 5th സ്റ്റെപ്പ് ഇൻ പ്രോബ്ലം സോൾവിങ്. ദെൻ 6th വൺ ഈസ് മോണിറ്ററിങ്. അഥവാ നമ്മളൊരു പ്രോബ്ലം കൃത്യമായി സോൾവ് ചെയ്യണമെങ്കിൽ ദിസ് സ്റ്റേജ് റിക്വയർസ് എ പേഴ്സൺ ടു കണ്ടിന്യൂസ്ലി ക്രോസ് ചെക്ക് ഓർ സ്ക്രൂട്ടിനൈസ് ദ പാത്ത് ഹി ഹാഡ് ഓർ ഷി ഹാഡ് യൂസ്ഡ്. ദ പാത്ത് ഹി ഓർ ഷി ഹാഡ് ചോസൺ എന്നതാണ്. അഥവാ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഏത് രീതിയിലാണോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ ഒരു രീതിയെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നടക്കൂലേ, പോസിബിൾ ആവൂലേ, ഇതുകൊണ്ട് ഇത് സെറ്റ് ആവൂലേ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം എന്നാണ്. ഇനി സ്റ്റെപ്പ് 7 അഥവാ ഫൈനൽ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണ്. നമ്മളൊരു പ്രോബ്ലം സൊല്യൂഷനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സക്സസ് ആയോ, സക്സസ്ഫുൾ അറ്റംപ്റ്റ് ആയിരുന്നോ, ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിരുന്നോ എന്ന് നമ്മൾ നോക്കുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇവാലുവേഷൻ എന്നുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളുടെ സൊല്യൂഷൻസ് പാളിപ്പോയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 7 സ്റ്റെപ്പുകളും പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ ലിസണിങ്.